ഷലോം. മോനാർജിസം, സിനർജിസം എന്ന് പറയുന്ന രണ്ട് ഉപദേശങ്ങളെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ 35 വർഷങ്ങൾ ബൈബിൾ ഉപദേശങ്ങളെ പ്രോപ്പറായിട്ട് പഠിക്കുകയും അതിനെ പ്രസംഗിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഈ മോനാർജിസം, സിനർജിസം എന്ന് പറയുന്ന രണ്ട് ഉപദേശങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ പോകുന്നു. പലർക്കും ഈ മോനാർജിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സിനർജിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതിരിക്കാം. എന്നാൽ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ സഭാ വിഭാഗങ്ങളും, എല്ലാ ഡിനോമിനേഷൻസും ഈ മോനാർജിസം അല്ലെങ്കിൽ സിനർജിസം എന്ന് പറയുന്ന ഈ ഉപദേശത്തിന് ഉൾപ്പെട്ടവരാകുന്നു. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് ഉൾപ്പെട്ടവരാകുന്നു. പലർ അറിഞ്ഞ് അതിൻ്റെ അകത്തിരിക്കുന്നു, പലർ അറിയാതെ അതിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് ഉപദേശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നല്ലത്, നിങ്ങളിത് കേൾക്കുന്നത് നല്ലത്. കേൾപ്പിൻ, ചിന്തിപ്പിൻ, ചിന്തിച്ച് വചനത്തിൽ അങ്ങനെ ഇരിക്കുന്നോ എന്ന് ദീർഘമായി പഠിച്ച് നിങ്ങൾ ഏതുപദേശത്തിൽ പെടണമെന്ന് ആഗ്രഹിക്കുന്നോ ആ ഉപദേശത്തിൽ നിങ്ങൾ ജീവിക്കാമെന്നുള്ളതാകുന്നു. ഈ മോനാർജിസം എന്ന് പറയുന്ന ഈ ഉപദേശം അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങളെ വച്ചിട്ടുണ്ട്. അതിലൊന്ന് ദ തിയറി ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്. ഇതിനായിട്ട് അവരെടുത്തിരിക്കുന്ന വചനം റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം 28 മുതൽ 30 വചനങ്ങളിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ മുൻനിയമിച്ചവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ചിലരെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു, കോൾഡ്. ചിലരെ രക്ഷയ്ക്കായി മുൻനിയമിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം ആരെ വിളിച്ചു, ആരെ മുൻനിയമിച്ചോ അവരെ രക്ഷിക്കുകയും അവരെ നീതീകരിക്കുകയും അവരെ തേജസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മോനാർജിസത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശം. അടുത്ത് എഫേസ്യ ലേഖനം അതിൻ്റെ 1-4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, താം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്ന് വരുന്നു. അടുത്ത് നിത്യമഹത്വത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ തത്തെടുക്കേണ്ടതിന് എന്ന് വരുന്നു. ഇപ്പം തിരഞ്ഞെടുത്തു, വിളിച്ചു, തത്തെടുത്തു, ഇവരെ കർത്താവ് രക്ഷിക്കുന്നു. ഇങ്ങനെ ദൈവം ആരെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തോ അവർക്ക് മാത്രമേ രക്ഷ കിട്ടും, മറ്റുള്ള ആർക്കും രക്ഷ കിട്ടുകയില്ല എന്നുള്ളത് മോനാർജിസത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശമാകുന്നു. അടുത്ത് എഫേസ്യ ലേഖനം അതിൻ്റെ 2 അധ്യായം 8 മുതൽ 10 വായിക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല എന്ന് വരുന്നു. ഇതിലേതൊരു മാറ്റവുമില്ല. രക്ഷ പ്രാപിക്കുവാൻ ആരും അവരുടെ ഏതൊരു പ്രവൃത്തിയും കൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ പറ്റുകയില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി മാത്രമേ രക്ഷ എല്ലാവർക്കും പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ ഈ മോനാർജിസത്തിൻ്റെ പ്രത്യേകമായ ഉപദേശം എന്തു പറയുന്നു? ദൈവം കുറച്ച് പേരെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. അവരെ മാത്രം ദൈവം തിരഞ്ഞെടുക്കുകയും അവരെ രക്ഷിക്കുകയും അവരെ നീതീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് രക്ഷ പ്രാപിക്കുവാൻ പറ്റുകയില്ല. അപ്പം ഈ മോനാർജിസം എന്ന് പറയുന്ന ഈ ഉപദേശത്തിനെ ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1509 മുതൽ 9 ഫ്രാൻസ് ദേശത്ത് ജനിച്ച് 1564
ജനീവ സ്വിറ്റ്സർലാൻഡിൽ മരിച്ച ജോൺ കൽവിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് തിയോളജിയനും പാസ്റ്ററുമായ ഈ ജോൺ കൽവിനാണ് ഈ മോനാർഡിസം എന്ന് പറയുന്ന ഈ ഉപദേശത്തിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ ഉപദേശം പഠിപ്പിക്കുന്ന പ്രത്യേക കാര്യങ്ങളിൽ ഒന്ന്, ദൈവം ആദ്യം മുതൽ മനുഷ്യരിലും ദൂതന്മാരിലും ഒരു കൂട്ടം പേരെ സ്വർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ നിത്യതയ്ക്കായിട്ട് രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവർ എങ്ങനെയുള്ളവരായിരുന്നാലും ഏതു തരത്തിൽപ്പെട്ടവരായിരുന്നാലും ദൈവം തൻ്റെ രക്ഷയെ ഇവരിൽ വയ്ക്കും. അതിന് ഇവരുടെ ഹിതം ആവശ്യമില്ല, വിശ്വാസം ആവശ്യമില്ല. ദൈവം ഇത് കൃപ കൊണ്ട് ചെയ്യുന്നു. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ഇവരെ മുൻനിയമിച്ചു വിളിച്ചത് കണ്ട് ഇവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഇവരാഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും രക്ഷയെ ദൈവം ഇവരിൽ ഏതു തരത്തിലും വയ്ക്കും. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർ ഈ ലോകത്തിൽ ഏതു തരത്തിൽ ജീവിച്ചാലും, അവർ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുക അല്ലെങ്കിൽ ഏറ്റുപറയാതിരുന്നാലും, ദൈവം ആദ്യം മുതൽ അവരെ മുൻനിയമിച്ച് തൻ്റെ രക്ഷയ്ക്കായി അവരെ വിളിച്ചതുകൊണ്ട് അവർക്ക് നിത്യജീവൻ തീർച്ചയായും ലഭിക്കും. സ്വർഗത്തിൽ അവർക്ക് തീർച്ചയായും ഒരു സ്ഥലം കിട്ടും. അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും എന്നുള്ള ഉപദേശമാണ് മോനാർഡിസത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശം. ഈ ഉപദേശപ്രകാരം എല്ലാവർക്കും രക്ഷ പ്രാപിക്കാൻ പറ്റുകയില്ല, അവരാഗ്രഹിച്ചാലും പറ്റുകയില്ല. അതിന് ഈ മോനാർഡിസ ഉപദേശം പറയുന്ന പ്രത്യേക ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഒന്ന്, ടോട്ടൽ ഡിപ്രേവിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം അപചയം. മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ ദൈവത്തെ അറിയുവാനോ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ കഴിവില്ലാത്തിടത്തോളം അവൻ കംപ്ലീറ്റായി പോയി. അങ്ങനെയുള്ള ഒരു രീതിയിൽ മനുഷ്യനില്ല. അതുകൊണ്ട് മനുഷ്യരാഗ്രഹിച്ചാൽ രക്ഷ പ്രാപിക്കുവാൻ പറ്റുകയില്ല. ദൈവം ആഗ്രഹിച്ച് ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ മാത്രമേ പറ്റൂ എന്നുള്ള ടോട്ടൽ ഡിപ്രേവിറ്റി, മൊത്തം അപചയം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. രണ്ട്, അൺകണ്ടീഷണൽ എലക്ഷൻ, നിരുപാധിക തിരഞ്ഞെടുപ്പ്. ദൈവത്തിന് ആരെ തിരഞ്ഞെടുക്കണമെന്ന് തോന്നുന്നോ അവരെ ദൈവം തിരഞ്ഞെടുക്കും. ദൈവത്തിന് ആര് വേണ്ടെന്ന് തോന്നുന്നോ അവരെ ദൈവം തള്ളിക്കളയും. ഈ അൺകണ്ടീഷണൽ എലക്ഷൻ, അതായത് നിരുപാധിക തിരഞ്ഞെടുപ്പിൽ അതിങ്ങനെ പറയുന്നു, a doctrine teaches that there is nothing one of the elect can do to prevent himself from becoming a Christian. He simply has no choice. If one has been predestined to eternal life, there is nothing a person can do to prevent it. അതായത് ഈ നിരുപാധിക തിരഞ്ഞെടുപ്പിൽ ഒരു മനുഷ്യൻ താൻ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം രക്ഷയെ തടയുവാൻ പറ്റുകയില്ല. ദൈവം കൊടുക്കുന്ന രക്ഷയെ വിട്ട് മാറിപ്പോകുവാൻ പറ്റുകയില്ല. ദൈവം അൺകണ്ടീഷണലായിട്ട് തിരഞ്ഞെടുത്തത് കൊണ്ട് അദ്ദേഹം രക്ഷയെ സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനമായ ഉപദേശമാണ്. അടുത്ത്, ഇറസിസ്റ്റിബിൾ ഗ്രേസ്, അപ്രതിരോധ്യമായ കൃപ. അപ്രതിരോധ്യമായ കൃപ. ഇതിൽ കൂടി ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം തൻ്റെ കൃപയെ അവൻ്റെ മേൽ വയ്ക്കും. ദൈവം വയ്ക്കുന്ന കൃപയെ അവൻ തടയുവാനോ ആ കൃപയിൽ നിന്ന് മാറിപ്പോകുവാനോ പറ്റുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് കണ്ട് അത് ദൈവത്തിൻ്റെ കൃപ ആയതുകൊണ്ട് അതിനെ ആരും റെസിസ്റ്റ് ചെയ്യുവാൻ പറ്റുകയില്ല. ഇതാണ് വൺസ് സേവ്ഡ് ഈസ് ഓൾവേസ് സേവ്ഡ്. ഒരു പ്രാവശ്യം രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ രക്ഷ മാറത്തില്ല എന്നുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നു. അടുത്ത് ഇന്നൊരു കാര്യം, പ്രിസർവൻസ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ സംരക്ഷണം. ഇങ്ങനെ ഒരു പ്രാവശ്യം ദൈവം തൻ്റെ നിർണയപ്രകാരമായിട്ട് തൻ്റെ തിരഞ്ഞെടുപ്പിൽ
താൻ വിളിച്ചതുകൊണ്ട് ആര് രക്ഷയിലേക്ക് നയിക്കുന്നുവോ, ആർക്കാ കൃപ കൊടുക്കുന്നുവോ, അവരേത് രീതിയിലിരുന്നാലും അവരെ സംരക്ഷിച്ച് അവ നിത്യജീവനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും ഈ ഉപദേശത്തിൻ്റെ ഒരു അടിസ്ഥാനമായ കാര്യങ്ങളാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ the great assurance of this verse is that no matter what sins we have committed on earth, if we confess them and believe in Jesus, heaven is ours guaranteed. എന്ത് ഈ ലോകത്ത് ചെയ്താലും പാപങ്ങളെ ഏറ്റുപറയുക, ശുദ്ധീകരിക്കപ്പെടുക, സ്വർഗം നമുക്ക്, രക്ഷ നമുക്ക്. That's the wonderful assurance of this verse. Believe it and hold on to it. Family knowing heaven is yours through faith in Jesus. കർത്താവ് യേശുവിനെ വിശ്വസിക്കുക, രക്ഷയെ പ്രാപിക്കുക, സ്വർഗരാജ്യം നമുക്കുള്ളത്. ഇതാണ് മോനാർജിസത്തിൻ്റെ ഒരടിസ്ഥാനമായ പ്രവൃത്തി. ഇതിൽ അവരെന്തു പറയുന്നു? ഏതൊരു മനുഷ്യനും രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പോ രക്ഷ പ്രാപിച്ചതിന് ശേഷമോ ഈ രക്ഷയ്ക്കായിട്ട് അവരെന്തൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു പോയാൽ അവർ ന്യായപ്രമാണത്തിലേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ ദൈവം തന്ന കൃപയിൽ നിന്ന് വീണുപോകും. അതുകൊണ്ട് രക്ഷ പ്രാപിച്ചതിന് ശേഷവും അവർ രക്ഷയ്ക്കായിട്ട് ഏതൊന്നും ചെയ്യുവാൻ പാടില്ല. കാരണം അത് ദൈവം കൃപയാൽ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാകുന്നു, ദാനമാകുന്നു എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. സോ പ്രീ ഡെസ്റ്റിനേഷൻ മുൻനിയമിക്കുന്നു, ദൈവം തിരഞ്ഞെടുക്കുന്നു, അവരെ രക്ഷിക്കുന്നു, അവരെ നീതിമാന്മാരാക്കുന്നു, അവരെ വിശുദ്ധീകരിക്കുന്നു, അവരെ തേജസ്കരിക്കുന്നു എന്നുള്ളത്. അടുത്ത് ഒരു മനുഷ്യൻ്റെ ഹിതമില്ലാതെ തന്നെ ദൈവം ആരെ തിരഞ്ഞെടുത്തോ അവരെ രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷ ഒരിക്കലും നഷ്ടമാകില്ല, അവർക്ക് നിത്യജീവൻ തീർച്ചയായും ലഭിക്കും എന്നുള്ളത് മോർനാർജിസത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. എൻ്റെ അറിവിൽ പെന്തക്കോസ്തുകാരിൽ ഒരു 90% മുകളിൽ പേര് ഈ ഉപദേശത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ അറിവിൽ ക്രിസ്തീയ മാർഗത്തിൽ ഒരു 99% ക്രിസ്ത്യാനികളും സഭകളും ദൈവദാസന്മാരുമെല്ലാം ഈ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്താണ് ഇരിക്കുന്നത്. ഈ ഉപദേശമാണ് വെസ്റ്റ്മിനിസ്റ്റർ കൺഫെഷൻ എന്ന് പറയുന്നത്. ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, പ്രസ്ബൈറ്റേറിയൻ, അതിൽ കൂടി CSI, RC, സാൽവേഷൻ ആർമി, ഇനി എന്തെല്ലാം നിങ്ങൾ സഭ വിഭാഗങ്ങൾ പറയുന്നോ അവർ 99% പേർ ഈ ഉപദേശത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 500 വർഷങ്ങൾ ക്രിസ്തീയ ലോകത്തിനെ ഭരിക്കുന്ന ഒരു ഉപദേശമാണിത്. ഈ ഉപദേശത്തിൽപ്പെട്ടതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ വളരെ സന്തോഷകരമായി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫിനിഷ്ഡ്, ഞാൻ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞെന്നാൽ നിത്യജീവൻ എനിക്ക് തീർച്ചയായും കിട്ടും, സ്വർഗം എനിക്ക് തീർച്ചയായും കിട്ടും, നിത്യജീവൻ കിട്ടാതിരിക്കില്ല എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ക്രിസ്ത്യാനികൾ മുഴുവനും ജീവിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരിലും ഏറെ ജനങ്ങൾ ഈ മോനാർജിസം എന്ന് പറയുന്ന ഈ ഉപദേശത്തിൻ്റെ താഴെ ജീവിക്കുന്നവരാകുന്നു. ഇനിയിപ്പോൾ നമുക്ക് സിനർജിസത്തിനെ കുറിച്ച് പഠിക്കാം. സിനർജിസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും മോനാർജിസം എന്ന് പറയുന്നത് വൺ പേഴ്സൺ, അതായത് മനുഷ്യൻ്റെ ഏതൊരു ആവശ്യമില്ലാതെ, കോപ്പറേഷൻ ഇല്ലാതെ ദൈവം മാത്രം പ്രവർത്തിച്ച് ഒരു മനുഷ്യന് കൃപയാൽ രക്ഷ കൊടുക്കുന്നു, അവനെ വിശുദ്ധീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, തേജസ്കരിക്കുന്നു, നീതിമാനാക്കുന്നു, എല്ലാം ചെയ്ത് അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് വൺ മാൻ വർക്ക്, മോനാർജിസം. സിനർജിസം എന്ന് പറയുന്നു, സിനർജിസം മീൻസ് the combined efforts of 2 or more
entities to produce a greater effect than what the overall effect would be if each entity worked independently, combined and cooperative action. അതായത് ഒരു വ്യക്തി മാത്രം പ്രവർത്തിക്കാതെ രണ്ടുപേർ ചേർന്ന് ഒരു കാര്യത്തെ പ്രവർത്തിച്ച് അതിന് നല്ലൊരു സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിനാണ് സിനർജിസം എന്ന് പറയുന്നത്. ഈ സിനർജിസം എന്ന് പറയുന്നു, ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് ടോട്ടലി ഡിപ്രേവ്ഡ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്നും വീണുപോയാലും അവൻ ദൈവത്തെ അറിഞ്ഞുകൂടാത്തിടത്തോളം, ദൈവത്തെ അറിയാൻ പറ്റാതിരിക്കുന്ന നിലയിൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞുപോയില്ല. They can understand and hear the gospel to be saved. അവർക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയും, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും, ദൈവഹിതം ചെയ്യുവാൻ കഴിയും, രക്ഷയെ തേടുവാൻ കഴിയും, രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് പഠിക്കുവാനും രക്ഷയിലേക്ക് കടന്നു വരാനും ദൈവത്തെ അന്വേഷിക്കുവാനും കഴിയും എന്ന് സിനർജിസം പറയുന്നു. അടുത്ത് മോനാജിസം പറയുന്നു, എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ പറ്റുകയില്ല, ദൈവം ആരെ വിളിച്ചോ അവർ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ പറ്റും. സിനർജിസം പറയുന്നു, എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയും. 3, മോനാജിസം പറയുന്നു, രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യൻ്റെ ഹിതം ആവശ്യമില്ല. ദൈവം അവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തൻ്റെ രക്ഷയെ അവനിൽ വയ്ക്കും, കാരണം ദൈവം അവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സിനർജിസം പറയുന്ന അങ്ങനെയല്ല. ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവൻ്റെ ഹിതം ആവശ്യമാണ്. അവൻ ആ രക്ഷയുടെ സുവിശേഷം കേട്ട് അവനതിനെ മനസ്സിലാക്കി എനിക്ക് രക്ഷ വേണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ മാത്രമേ രക്ഷ വരും. അല്ലാതെ രക്ഷ താനെ ദൈവം ഒരു വ്യക്തിയിൽ മേൽ വയ്ക്കുവാൻ പറ്റുകയില്ല എന്നുള്ളത് സിനർജിസത്തിൻ്റെ ഒരു ഉടൻപാട്. അടുത്ത്, ഒരു പ്രാവശ്യം രക്ഷ പ്രാപിച്ചവർ തൻ്റെ രക്ഷയെ നഷ്ടമാക്കുവാൻ കഴിയും, രക്ഷയിൽ നിന്നും വീണു പോകുവാൻ കഴിയും, നിത്യജീവൻ സ്വാതന്ത്ര്യമാക്കാതെ പോകുവാൻ കഴിയും എന്നുള്ളത് സിനർജിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റായ തിയറി ആകുന്നു. ഇപ്പോൾ നമുക്ക് മോനാജിസത്തിനെ കുറിച്ച് കണ്ടു. സിനർജിസത്തിൽ എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതിൻ്റെ കുറച്ച് വചനങ്ങൾ നമുക്ക് കാണാം. 1 തീമോത്തേയുസിൻ്റെ ലേഖനം അതിൻ്റെ 2 മുതൽ 2:4 വായിക്കുമ്പോൾ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു എന്ന് പറയും. Who will have all men to be saved and to come unto the knowledge of the truth. എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആ വചനം പഠിപ്പിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം ഇങ്ങനെ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. For the grace of God that bringeth salvation hath appeared to all men. യോഹന്നാൻ്റെ സുവിശേഷം 1:7 പറയുന്നു, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. The same came for a witness to bear witness of the light, that all men through him might believe എന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-18 വചനങ്ങൾ വായിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വാസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പം ഈ യോഹന്നാൻ്റെ പുസ്തകം സുവിശേഷം 3:16 എന്ന് പറയുന്ന ഈ വചനമൊക്കെ കർത്താവായ ദൈവം എല്ലാ മനുഷ്യരുടെ മേലും സ്നേഹം വച്ച് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊടുത്തു. ആ പുത്രനായ യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതാണ്
ആ വചനത്തിൻ്റെ അടിസ്ഥാനം. യോഹന്നാൻ്റെ സുവിശേഷം 6:40-47 വചനങ്ങൾ വായിക്കുമ്പോൾ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയിർത്തെഴുന്നേൽപ്പിക്കും. വീണ്ടും 47 പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. വെരിലി വെരിലി ഐ സേ അൻടു യു, ഹി ദാറ്റ് ബിലീവത്ത് ഓൺ മീ ഹാത്ത് എവർലാസ്റ്റിംഗ് ലൈഫ്. അപ്പം ഈ വചനങ്ങൾ അനുസരിച്ച് കർത്താവായ യേശുവിനെ ആര് വിശ്വസിക്കുന്നുവോ, രക്ഷയുടെ സുവിശേഷം ആര് കേൾക്കുന്നുവോ, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ പ്രാപിക്കേണ്ട ഒരു മാർഗം, ഒരു വഴി കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാതിരുന്നാൽ, ദൈവം കുറച്ചു പേരെ മാത്രം രക്ഷയിലേക്ക് മുൻനിയമിച്ച് തിരഞ്ഞെടുത്തിരുന്നാൽ, ദൈവം ആരെയും ശിക്ഷിക്കുവാൻ പറ്റുകയില്ല, ന്യായവിധി കൊടുക്കുവാൻ പറ്റുകയില്ല. ന്യായവിധി ദിവസത്തിൽ ഇവർ പറയും, കർത്താവ് കുറച്ചു പേരെ തൻ്റെ നിത്യതയിലേക്ക് രക്ഷയിലേക്ക് വിളിച്ചിരുന്നു, അവർ രക്ഷിക്കപ്പെട്ടു. കർത്താവ് എന്നെ വിളിച്ചിരുന്നാൽ ഞാനും രക്ഷിക്കപ്പെട്ടിരിക്കും. കർത്താവ് എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പാപിയായി ജീവിച്ച് നരകത്തിലേക്ക് വന്നെന്ന് അവർ പറയും, തീർച്ചയായിട്ടും പറയും. അപ്പം ദൈവം നീതിമാനാകുന്നു, നീതി ചെയ്യുന്ന ദൈവമാകുന്നു. God is a God of justice and God is a God of righteousness. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കണം. ഈ ചാൻസ് കൊടുത്തിട്ട് അവരതിലേക്ക് വന്നില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാം. ഇപ്പം കർത്താവ് പറയും, സുവിശേഷം നിനക്ക് അറിയിച്ചു, നീ വന്നില്ല, അതുകൊണ്ട് നിനക്ക് ശിക്ഷ എന്ന് പറയാം. അപ്പം സിനജിസം എന്ന് പറയുന്നത് ഇതന്നെ അത് പറയുന്നു. അടുത്ത് ഈ ക്രിസ്തീയ ലോകത്തുള്ള ഒത്തിരി സങ്കല്പങ്ങൾ. അതിലൊന്ന്, കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടും. യേശുവിനെ വിശ്വസിക്കുക, സ്വർഗത്തിലേക്ക് പോവുക. കാരണം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അവരുടെ ജീവിതം അവിടെ നിൽക്കുന്നു. അവരെന്ത് വിശ്വസിക്കുന്നു? ധാരാളം സഭകൾ യേശുവിനെ വിശ്വസിച്ചാൽ അവന് നിത്യജീവനുണ്ട്. യേശു തന്നെ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞു. ധാരാളം വചനങ്ങൾ ഇരിക്കുന്നു. യേശുവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് ധാരാളം വചനങ്ങൾ ഇരിക്കുന്നു. അപ്പം ആ വചനം പിടിച്ച് അവരവിടെ നിൽക്കുന്നു. എന്നാൽ ബൈബിളിൽ അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നുമായിട്ട് ഓരോ വചനം എടുത്ത് പ്രസംഗിക്കുന്നതിന് പകരം, പഠിക്കുന്നതിന് പകരം സ്റ്റെപ്പായിട്ട് ദൈവം അടുത്ത് എന്ത് ചെയ്യണം, യേശുവിനെ വിശ്വസിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതിനെ അവർ പഠിക്കുകയാണെങ്കിൽ ദൈവം അവരുടെ കണ്ണുകളെ തുറന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനുശേഷം ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ മാർക്കോസിൻ്റെ ലേഖനം അതിൻ്റെ 1:15 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഇപ്പം രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം പോരാ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. റിപ്പന്റ് ആൻഡ് ബിലീവ് ദ ഗോസ്പൽ. ഇതും അതിൻ്റെ അടുത്ത സ്റ്റെപ്പാകുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2:21 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ എവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. And it shall come to pass that whosoever shall call on the name of the Lord shall be saved. റോമാലേഖനം അതിൻ്റെ 10:8-11 വായിക്കുമ്പോൾ, എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ കർത്താവായ യേശുവിനെ ദൈവം മരിച്ചവർ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടും. വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ
രക്ഷിക്കപ്പെടും എന്ന് ഈ ബൈബിൾ തന്നെ പറയുന്നു. ചിലർ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ മതി, അവർക്ക് രക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നതിൽ അടുത്തടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ ബൈബിൾ തന്നെ പറയുന്നു. അടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 5:24 പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ യേശു വിശ്വസിച്ചാൽ മാത്രം പോരാ, കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് രക്ഷിതാവായി അയച്ച് പിതാവായ ദൈവത്തിലും ഒരു മനുഷ്യൻ വിശ്വാസം വയ്ക്കണം എന്ന് കർത്താവായ യേശു തന്നെ പറഞ്ഞു. വെരിലി വെരിലി ഐ സേ unto you, he that heareth my word and believeth on him that sent me hath everlasting life and shall not come into condemnation but is passed from death unto life. അപ്പോൾ ഇതൊക്കെ രക്ഷയുടെ ഓരോ പടികളാണ്. അടുത്ത് മാർക്കോസിന്റെ ലേഖനം 16:16, എന്നെ വിശ്വസിക്കുന്നു നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞ ആ യേശു തന്നെ പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വാസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഇവിടെ യേശു പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ഒരു ഭാഗമായിട്ട് സ്നാനവും വന്നു ചേരുന്നു എന്നുള്ളതിനെ നിങ്ങൾ മനസ്സിലാക്കുക. He that believes and is baptized shall be saved, but he that believeth not shall be damned എന്ന് വചനം പറയുന്നു. അടുത്ത ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന് അവൻ്റെ ഹിതം ആവശ്യമാകുന്നു. റോമാലേഖനം 1:16 നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് പറയും. അടുത്തതായി അപ്പോസ്തല പ്രവൃത്തി 7:51, ഇവിടെ ഈ വൺ സേവ്ഡ് ഈസ് ഓൾവേസ് സേവ്ഡ്, ഒരു പ്രാവശ്യം രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ രക്ഷ മാറത്തില്ല എന്നുള്ളതാണ് ഈ ലോകത്ത് ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്ന ഒരു ഭയങ്കര ഉപദേശം. ഈ ഉപദേശത്തിലാണ് ഏതായാലും 99% ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുകയും ദൈവവചനം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ഇതെല്ലാം ദുഷ്പ്രവൃത്തികൾ ഉണ്ടാകുവാൻ കാരണം രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, ഐ എം സേവ്ഡ്, അതുകൊണ്ട് എൻ്റെ രക്ഷയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, ഞാൻ സ്വർഗത്തിൽ പോകും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:51 വായിക്കുമ്പോൾ, ഒരു വ്യക്തി രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ രക്ഷ അദ്ദേഹത്തിൽ നിന്ന് മാറുവാൻ കഴിയും, രക്ഷയിൽ നിന്ന് ഈ വ്യക്തി വീണു പോകുവാനും കഴിയുമെന്ന് പുതിയ നിയമം തന്നെ വ്യക്തമായി പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:51 വായിക്കുമ്പോൾ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്ന് പറയുന്നു. യു സ്റ്റിഫ് നെക്കഡ് ആൻഡ് അൺസർക്കംസൈസ്ഡ് ഇൻ ഹാർട്ട് ആൻഡ് ഇയേഴ്സ്, യു ഡു ഓൾവേസ് റെസിസ്റ്റ് ദ ഹോളി ഗോസ്റ്റ് ആസ് യുവർ ഫാദേഴ്സ് ഡിഡ്, സോ ഡു യു എന്ന് പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തെ എതിർത്ത് നിൽക്കുവാൻ കഴിയും. രക്ഷ പ്രാപിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യൻ എതിർത്ത് നിൽക്കുവാൻ കഴിയുമെന്ന് തിരുവചനം നമുക്ക് പറയുന്നു. അടുത്ത് ഗലാത്യ ലേഖനം 5:4 വായിക്കുമ്പോൾ, കൃപയിൽ നിന്നും വീഴുവാൻ കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേറുപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറയുന്നു. ക്രൈസ്റ്റ് ഈസ് ബിക്കം ഓഫ് നോ എഫക്റ്റ് അൺടു യു, whosoever of you are justified by the law, you are fallen from grace. മൊനാജിസം പറയുന്നു, ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും, അതിൽ നിന്ന് മാറ്റമില്ല. സിനജിസം പറയുന്നില്ല, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷയിൽ നിന്ന്, കൃപയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാൻ കഴിയും. എബ്രായ ലേഖനം 3-ാം 8 മുതൽ 14 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഏറെ വാർണിങ്സ് അവിടെ കൊടുത്തിരിക്കുന്നു.
ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. ഇതാർക്കെഴുതിയിരിക്കുന്നു? രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്, എന്നാൽ കഠിനമാക്കുവാൻ കഴിയും എന്നാണ് അർത്ഥം. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അടുത്ത അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നിരസം ഉണ്ടായി. അവൻ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചുകൊള്ളുവിൻ എന്ന് വചനം പറയുന്നു. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൻ്റെ ഈ വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ വാർണിംഗ് ആണ്. രക്ഷ പ്രാപിച്ചവർക്ക് എഴുതിയിരിക്കുന്ന വാർണിംഗ് ആണ് എബ്രായ ലേഖനത്തിൽ വരുന്ന ഏറെ വചനങ്ങൾ. അപ്പോൾ ഈ വചനങ്ങൾ കൂടി സിനർജിസം പറയുന്നത് ഒരു മനുഷ്യൻ രക്ഷയിൽ നിന്ന് വീഴുവാൻ കഴിയും, ഹൃദയം കഠിനപ്പെട്ടു പോകുവാൻ കഴിയും, വിശ്വാസത്തെ ത്യജിച്ച് പോകുവാൻ കഴിയുമെന്ന് സിനർജിസം പറയുന്നു. സിനർജിസം പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഉപദേശം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിലിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. Wherefore, my beloved, as you have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling. തമിഴ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു പ്രവർത്തിപ്പിൻ, പ്രയാസപ്പെടുവിൻ. മലയാളം ബൈബിളിൽ പ്രവർത്തിപ്പിൻ, തമിഴ് ബൈബിളിൽ പറയുന്നു പ്രയാസപ്പെടുവിൻ. ഇംഗ്ലീഷിൽ വർക്കൗട്ട് യുവർ സാൽവേഷൻ, ഒരു വർക്ക് ബുക്ക് ചെയ്യുന്നത് പോലെ വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ പൗലോസ് ചെയ്തതും സഭയ്ക്ക് എഴുതിയതുമായ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാണാം. ഒന്ന്, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ രക്ഷ പ്രാപിച്ചു, അടുത്ത അവർ സ്നാനപ്പെടും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കും, പിന്നെ ജീവിതകാലം മുഴുവനും ഒരു സഭയ്ക്കും പോകും, പല വിഭാഗങ്ങളുള്ള കൺവെൻഷൻ പോകും, വീട്ടിൽ പ്രാർത്ഥിക്കും, വീട്ടിൽ ഉപവസിക്കും, ബൈബിൾ പഠിക്കും. ഇങ്ങനെ ജീവിതകാലം മുഴുവനും അവർ പോയിക്കൊണ്ടേയിരിക്കും. അവസാനം ഒരു ദിവസം മരിക്കും. മരിക്കുന്ന ദിവസത്ത് ഞങ്ങൾ ഭാഷമാരൊന്ന് പ്രിയ സഹോദരൻ, പ്രിയ സഹോദരി ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് അവരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ അവർക്കൊരു അടക്കാരാധന നടത്തും. അവർ സ്വർഗത്തിൽ ചെന്നെത്തും. ഇതാണ് എല്ലാ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലിരിക്കുന്നതും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഹൃദയത്തിലിരിക്കുന്നതും ഈ തരപ്പെട്ട ഉപദേശമാകുന്നു. എന്നാൽ ബൈബിൾ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 6:6 മുതൽ 7 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ റോമാലേഖനം 6 ലോകത്തിലെ ഏറ്റവും റിവൈവൽ ഉണ്ടാക്കിയ ഒരു ചാപ്റ്റർ. ഈ റോമാലേഖനം 6 കൂടിയാണ് മാർട്ടിൻ ലൂതർ മുതൽ ധാരാളം പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്, റിഫോർമേഷൻ ഉണ്ടായത് റോമാലേഖനം 6 അധ്യായമാണ്. ഈ റോമാലേഖനം 6 അധ്യായം 6 വചനം മുതൽ 7 വരെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗൽ എന്തുകൊണ്ട് സ്നാനപ്പെടണം, സ്നാനപ്പെട്ടവർ എങ്ങനെ ജീവിക്കണം, സ്നാനപ്പെട്ടവർ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശുദ്ധി ഉണ്ടാകും, നിത്യജീവൻ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘമായ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. അതിലൊന്ന്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പം പഴയ മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ആരായിരുന്നാലും
ഈ പഴയ മനുഷ്യനല്ല സ്വർഗം വച്ചിരിക്കുന്നത്, പുതിയ മനുഷ്യനാണ് സ്വർഗം വച്ചിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഈ പുതു സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് ഈ പുതു സൃഷ്ടികളെ ഉണ്ടാക്കുവാനാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, പാപ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഒന്ന്, ക്രൂശിഫൈ ഓർ ക്രൂശിഫൈഡ് എന്നുള്ള വാക്ക് അവിടെ പഠിപ്പിക്കുന്നു. Knowing this, that our old man is crucified with him, that the body of sin might be destroyed, that henceforth we should not serve sin. ഇനി നമ്മൾ പാപത്തിന് അടിമകളായിട്ട് പാപത്തിന് കീഴടങ്ങാതിരിക്കേണ്ടതിന് പാപമനുഷ്യൻ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. അടുത്ത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. For he that is dead is freed from sin. ഇന്ന് എല്ലാവരും പഠിപ്പിക്കുന്നത് പാപക്ഷമയെക്കുറിച്ചാണ്. എവിടെ പോയാലും പാപക്ഷമയെക്കുറിച്ചാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. നിങ്ങൾ പാപം ചെയ്താൽ ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവ് നിങ്ങളെ ക്ഷമിക്കും, രക്തം കൊണ്ട് കഴുകും. എന്നാൽ അത് അവസാനമല്ല, അത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇവിടെ റോമാലേഖനം 6 പൗലോസ് പറയുന്നത്, മരിച്ചവൻ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്നു, ഫ്രീഡ്, വിടുതൽ പ്രാപിച്ചു. പാപക്ഷമയിൽ നിന്ന് ജീവിക്കുന്നവരെ വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ബൈബിൾ പറയുന്നു, മരിച്ചവൻ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു, ഫ്രീഡ് ഫ്രം സിൻ. ഗലാത്യ ലേഖനം 5:24 വായിക്കുമ്പോൾ, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടു കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമാകുന്നു. ആൻഡ് ദേ ദാറ്റ് ആർ ക്രൈസ്റ്റ് ഹാവ് ക്രൂസിഫൈഡ് ദ ഫ്ലഷ് വിത്ത് അഫെക്ഷൻസ് ആൻഡ് ലസ്റ്റ്. എന്തുകൊണ്ട്? പഴയ മനുഷ്യൻ ഏതു തരത്തിലും ജീവിക്കാതെ അവൻ മരിച്ചു പോകാനും പുതിയ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ജീവിക്കുവാനുമായിട്ട് ഈ പ്രമാണങ്ങൾ നമുക്ക് വച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ക്രൂസിഫൈഡ് ആൻഡ് ക്രൂസിഫൈ. 2, മോർട്ടിഫൈ. റോമാലേഖനം 8:12-13 വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. Therefore, brethren, we are debtors not to the flesh, to live after the flesh. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. ഇംഗ്ലീഷിൽ പറയുന്നു, for you will live after the flesh, you shall die. But if you through the spirit do mortify the deeds of the body, you shall live. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, മോർട്ടിഫൈ എന്ന് പറയുന്ന ഈ ഉപദേശവും ഈ പുതിയ നിയമം ബൈബിളിൽ തന്നെ ഉണ്ട്. അടുത്ത് കൊലോസ്യ ലേഖനം 3:3-8 വായിക്കുമ്പോൾ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരോഹം, ദുർമോഹം, വിഗ്രഹാരാധനായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. മോർട്ടിഫൈ, മരിപ്പിപ്പിൻ, ലെറ്റ് ഇറ്റ് ഡൈ. ഇതും നമുക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മോർട്ടിഫൈ therefore your members which are upon the earth, fornication, uncleanness, inordinate affection, evil concupiscence, and covetousness, which is idolatry. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. For which things sake the wrath of God comes on the children of disobedience. 3, put off. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:8-10 വായിക്കുമ്പോൾ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ.
വിട്ടുകളവിൻ. But now you also put off all this anger, wrath, malice, blasphemy, filthy communication out of your mouth എന്ന് പറയും. ഇവകളൊക്കെ വിട്ടുകളയണം എന്ന് ഈ പുതിയ നിയമം തന്നെ നമുക്ക് പഠിപ്പിക്കുന്നു. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ക്രൂശിഫൈഡ്, മോർട്ടിഫൈ, ഉരിഞ്ഞു കളയുക, വിട്ടുവിടുക. ഇതൊക്കെ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളെ നമ്മൾ വിട്ടുവിടണം എന്ന് ബൈബിൾ പറയുന്നു. 4, പുട്ടാൻ. കൊലോഷ്യർക്ക് എഴുതിയ ലേഖനം 3:10 ഇങ്ങനെ വായിക്കുന്നു: തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. I have put on the new man. Put on the new man. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. which is renewed in knowledge after the image of him that created him. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2:11 മുതൽ 12 വായിക്കുമ്പോൾ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ജഡശരീരത്തിനെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഇൻ ഹൂം ആൾസോ യു ആർ സർക്കംസൈസ്ഡ് വിത്ത് ദ സർക്കംസിഷൻ മെയ്ഡ് വിത്തൗട്ട് ഹാൻഡ്സ്, ഇൻ പുട്ടിംഗ് ഓഫ് ദ ബോഡി ഓഫ് ദ സിൻസ് ഓഫ് ദ ഫ്ലഷ് ബൈ ദ സർക്കംസിഷൻ ഓഫ് ക്രൈസ്റ്റ്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. buried with him in baptism, wherein else also you are risen with him through the faith of the operation of God who hath raised him from the dead എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, സിനർജിസം പറയുന്നു, ഇല്ല, വർക്കൗട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷ നിവർത്തിക്കേണ്ടതിന് പ്രയാസപ്പെടുവിൻ, പ്രവർത്തിപ്പിൻ എന്നുള്ള വാക്കുകളെ സിനർജിസം പറയുന്നു. ഇവകളെല്ലാം അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലന്മാരും വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. കർത്താവായ യേശുവും ഈ ലോകത്തിലിരിക്കുമ്പോൾ ഇതോടുകൂടെ ഉള്ള വചനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഇവകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മോനാർജിസമാണോ ആവശ്യം, സിനർജിസമാണോ ആവശ്യം എന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പിൻ. കൃപയാൽ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടു, സത്യമാണ്. ഇത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയതുപോലെയാണ്. നല്ല മാർക്കെടുത്തു, നീറ്റ് എഴുതി, MBBSന് അഡ്മിഷൻ കിട്ടി, ഭയങ്കര സന്തോഷം, ഒരു തെറ്റുമില്ല. കുട്ടിക്ക് മാത്രമല്ല, കുടുംബക്കാർ എല്ലാവർക്കും സന്തോഷം. എന്നാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മാത്രമേ കിട്ടി, ഡോക്ടറായിട്ടില്ല. ഡോക്ടറാകണമെങ്കിൽ ഒരു 5 വർഷം 10 സെമസ്റ്റർ ഏതാണ്ട് ഒരു 50-ന് മുകളിൽ പാഠങ്ങൾ പഠിച്ച് എഴുതി പ്രാക്ടിക്കലൊക്കെ ചെയ്ത് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്ത് അവസാനം എല്ലാ പാഠങ്ങൾ പാസ്സായി ഗ്രാജുവേഷനിൽ MBBS എന്നൊരു ഡിഗ്രി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയും. അതുപോലെയാണ് രക്ഷ. പലരും കൃപയാൽ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൽ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം കടന്നു പോകേണ്ട വഴികൾ ഈ ബൈബിളിൽ, സുവിശേഷത്തിലും ലേഖനങ്ങളിലും വളരെ തെളിവായി കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൽ മോനാർജിസമാണോ ആവശ്യം, സിനർജിസമാണോ ആവശ്യം എന്നുള്ളതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാം. നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ഇതിലേതിൽപ്പെട്ടവരാണെന്ന്. ഞാൻ കുറച്ച് മോനാർജിസവും 100% സിനർജിസത്തിലുമാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സിനർജിസത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടാതെ സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്ന, നീതീകരിക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന ഈ ഓട്ടത്തിൽ ഞാൻ ഓടുന്നു. നിങ്ങളും ഇങ്ങനെയുള്ള ഓട്ടത്തിൽ ഓടുവിൻ. അപ്പോസ്തലനായ പൗലോസും മറ്റുള്ള അപ്പോസ്തലന്മാരും
ഈ ഓട്ടം തന്നെ ഓടി എന്ന് ഞാൻ ഈ പുതിയ നിയമം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.